ബാക്കിലേക്ക് വരുമ്പോ ഹെവി സാധനം. AC ഉണ്ടോ വണ്ടിയില്? അതുണ്ടോ? അതൊക്കെ കാണിച്ചതാ. കാരണം ആളെത്ര വീഡിയോ എടുക്കാൻ ഇച്ചിരി ഒരു ഷൈ ആയിട്ടുള്ള ആളാ, അതുകൊണ്ടാട്ടോ. ഒരു ദൈവഭക്തനാന്ന് തോന്നണല്ലോ, ആണോ? എല്ലാ അമ്പലത്തിൽ പോകാറുണ്ടോ? കാരിയറെ മൊത്തം മുഴയാ, ഇതുപോലെ സ്റ്റീലിന്റെ ഒരു ബോള് പോലെ അല്ലേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കിടക്കാച്ചി വീഡിയോ എന്താന്ന് പറഞ്ഞാൽ, ഈ പുറകെ കിടക്കുന്ന ഒരു ഹെവി മുതലിലെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതാണ് നമ്മുടെ ബ്രോയുടെ പേരെന്താണ്? ഗിരീഷ് എന്നാണ്. എത്ര വയസ്സുണ്ട് ഏകദേശം? എനിക്ക് 43 വയസ്സ്. കണ്ടപ്പോഴല്ലേ ചുള്ളനാണ്. അപ്പം 43 വയസ്സുള്ളൊരു പുള്ളി ഇതുപോലെയൊക്കെ വണ്ടി അടിപൊളിയായിട്ട് പണിയണമെങ്കിൽ ഒരു എന്ത് കട്ട വണ്ടിപ്രാന്തനായിരിക്കും. അപ്പം ഈ വണ്ടിക്ക് ഏകദേശം എത്ര രൂപ എമൗണ്ട് ആയി കാണും? വണ്ടി 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചിലവരൊക്കെ ചോദിക്കില്ല എന്തുകൊണ്ട് 1 ലക്ഷം രൂപയ്ക്ക് ഓട്ടോ പണിയേണ്ട കാര്യമുണ്ട്, 30 രൂപ കിട്ടാൻ വേണ്ടി എന്തിനാ ഇങ്ങനെ പണിതെന്നുള്ളവരോട് എന്താണ് പറയാനുള്ളത്? ഈ കസ്റ്റമർ കയറുമ്പോ പഴയ മോഡൽ കസ്റ്റമർ കയറണത്, അപ്പൊ അവർക്കൊരു വൃത്തിമനായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ അവർ പറയുമ്പോ ഒരു സന്തോഷം. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ വൈബാണ്. കാരണം ഏജ് ഒന്നും അല്ല. കാരണം ഇപ്പൊ 42 വയസ്സായ ഇതുപോലെ വണ്ടി പണിത് കൊണ്ടാടക്കണം. ഇപ്പൊ എത്ര വണ്ടിയുണ്ട്? എനിക്കിപ്പോ 2 വണ്ടിയുണ്ട്. 2 വണ്ടിയുണ്ട് അല്ലേ? അത് നേരത്തെ ആദ്യത്തെ വണ്ടി ഇതുപോലെ തന്നെ പണിത് നല്ല സെറ്റ് ആക്കിയ അല്ലേ ഇട്ടാക്കുന്നത്? ആൽഫയാണ്. പിന്നെ ഇത് ഏത് സ്റ്റൈല് വണ്ടിയാണ്? ഇത് കൊടുങ്ങല്ലൂർ സ്റ്റൈല്. അത് ഏത്? തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ സ്റ്റൈലാണ് വണ്ടി. അതായത് ആ ഒരു ഷേപ്പ് ഇതാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. നമ്മൾ ഈ വണ്ടിയുടെ വർക്ക് എവിടെയാണ് വർക്ക് ചെയ്തത്? കൊടുങ്ങല്ലൂരാണ് ചെയ്തത്. ഓക്കെ. ആ പുള്ളിയുടെ പേരോ അങ്ങനെ? ഷെഫീഖ്. അവിടെയാണ് ചെയ്തത്. നമുക്ക് വണ്ടി എടുത്തിട്ട് എത്ര നാളിനുള്ള വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു? 1.5 മാസം പിടിച്ച്. 1.5 മാസം. അപ്പൊ വണ്ടി ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടി കാണും? ഏതാണ്ട് 2000 കിലോമീറ്റർ ഓടി. അപ്പൊ അതിനുള്ളിൽ വണ്ടി വളരെ നല്ല അടിപൊളിയാക്കി. എങ്ങനെയുണ്ട് വണ്ടി എടുത്ത് അടിപൊളിയായിട്ട് പണിതിട്ട് ആൾക്കാരുടെ പ്രതികരണം? കുഴപ്പമില്ല, നല്ല വണ്ടിയാണെന്നൊക്കെ പറയാം. ഓവർ മോഡിഫിക്കേഷൻ ആണെന്ന് പറയാറുണ്ടോ? ഇല്ല. മോളിൽ കാണോ കുറച്ച് കാരിയറൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഓക്കെ. പിന്നെ നമ്മൾ വണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ നിന്ന് ചെയ്തിട്ടുള്ളത്? എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ്? ഈ ഒരു ഹൈറ്റ് നോർമൽ ഒരു എറണാകുളം ഒരു ടച്ച് ഉള്ള സ്റ്റൈലാണോ ഈ ഇങ്ങനെ വരുന്ന ഒരു സ്ലോപ്പ്? ഇത് എറണാകുളം സ്റ്റൈൽ തന്നെയാണ് പണിതേക്കുന്നത്. പിന്നെ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടാണ് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേനും ഒരു ടാക്സി എന്നുള്ള ബോർഡ്, അത് ലൈറ്റ് തെളിയോ? ഇത് ടാക്സി എന്നുള്ള ബോർഡല്ലോ, അതൊന്ന് ഇട്ട് കാണിക്കാൻ പറ്റുമോ? നമുക്ക് ടാക്സി എന്നുള്ള, അപ്പൊ അകലേന്ന് വണ്ടി കാണുമ്പോ തന്നെ പാർക്ക് ലൈറ്റിനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഓഫ് ചെയ്തോ. പിന്നെ താഴത്തോട്ട് വരുമ്പോഴത്തേനും എല്ലാം ഒരു വ്യത്യസ്ത, എവിടെ ഒരു ചെറിയൊരു മുഴ പോലെ ഉണ്ടല്ലോ, എല്ലായിടത്തും ഒരു മുഴ. അതാ പുള്ളിയുടെ മെയിൻ ഒരു വർക്കാണല്ലേ? എവിടെ കാരിയറെ മൊത്തം മുഴയാ, ഇതുപോലെ സ്റ്റീലിന്റെ ഒരു ബോള് പോലെ അല്ലേ? ഓക്കെ. കണ്ണാടിയിൽ തന്നെ അല്ല, മിററിൽ തന്നെ 1 2 3 4 എത്ര എണ്ണ കൊടുത്തിരിക്കണേ. ഇവിടുന്ന് ഫ്രണ്ടിൽ തന്നെ തുടങ്ങിക്കോ. ആദ്യമായിട്ട് വീഡിയോ വരുന്ന ഒരു ചമ്മലുണ്ട്, കുഴപ്പമില്ല, മതി മാറിക്കോളൂ. ഓക്കെ. ഫ്രണ്ടിൽ നമ്മൾ എന്തൊക്കെ സാധാ ഒരു ഹോൺ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഹോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഏരിയൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ തൊപ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തോട്ട് വരുമ്പോഴത്തേനും ഒരു ഹെഡ്ലൈറ്റിന്റെ ഒരു മൺകാടിന് ഗ്രില്ല് ഒരു പ്രൊട്ടക്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താടി, നിങ്ങൾ ഇവിടെ താടി എന്നല്ലേ പറയുന്നത്? താടിയാ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കാൻ കിട്ടുന്ന? പുള്ളി തന്നെ അടിച്ചെടുത്താണ്. പുള്ളി തന്നെ പണിതെടുത്താണ്. അല്ല നമുക്ക് ഷോപ്പിൽ ഈ സെയിം സാധനം മേടിക്കാൻ കിട്ടുമോ? കിട്ടുമെന്ന് അറിയില്ല. പുള്ളിയാണ് മൊത്തത്തിൽ ചെയ്യണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആൾക്ക് വീഡിയോ വരുന്ന ഒരു ചമ്മലുണ്ട്, അത് മാറിക്കോളൂ, കുഴപ്പമില്ല. ഫ്രീ ആയിട്ട് പറഞ്ഞു, അത് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ്. ഫ്രണ്ടിൽ ഫുൾ ഒരു സ്റ്റീൽ മയാണ് വണ്ടിയല്ലേ? ഫുള്ള് സ്റ്റീൽ വർക്ക് കൊണ്ടാണ് വണ്ടി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേനും പിന്നെ അതെ വീലാർച്ച് വരെ നമ്മള് സ്കേർട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റേ തകിടാണ്. തകിടെ തന്നെ പക്ക തകിട് സെറ്റ് ചെയ്തെടുത്ത് ബ്ലാക്ക് പെയിന്റ് അടിച്ച് നല്ല കുട്ടപ്പനാക്കി എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇവിടെ കുറെ സ്റ്റീൽ പൈപ്പിന്റെ കളികളാണല്ലോ. ഇത്ര സ്റ്റീലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയെ വെയിറ്റ് ആയി കഴിഞ്ഞാൽ ശോകമാവത്തില്ലേ? ഇത് കുഴപ്പമില്ല. ഇത് മറ്റേ തകിടിന്റെ കൂടെ അടിച്ചേക്കണതാണ്. ഇത് പക്ക തകിടല്ല? അല്ല. ഓക്കെ. അല്ല, പക്ക സ്റ്റീലല്ല. ഫുൾ സ്റ്റീൽ അല്ല, തകിടിന്റെ മേളിൽ അടിച്ചേക്കുന്നുള്ളൂ. അപ്പം അത് വലിയ വെയിറ്റ് എന്ന് പറയാനില്ല. ഓക്കെ. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമ്മളിവിടെ ചെറിയൊരു ഗ്ലാസ്. വണ്ടിയിൽ എന്തുകൊണ്ടാണ് ഫൈബർ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്? നമ്മൾ സാധാ എല്ലാരും കൊടുക്കണേ മറ്റേ ഒറിജിനൽ ഗ്ലാസ് അല്ലേ? എന്തുകൊണ്ട് ഫൈബർ ഗ്ലാസ് കൊടുത്തു? അവര് അത് കൊടുങ്ങല്ലൂര് അങ്ങനെ ചെയ്യണത്, ഫൈബർ ഗ്ലാസ് അടിച്ചു കൊടുക്കണത്. അപ്പൊ അതുകൊണ്ട് ഈ ഗ്ലാസും അവര് അടിച്ചു കൊടുക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങ് ചെയ്തു. ഓക്കെ. പിന്നെ നമ്മളൊരു റെയിൻ ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും അവിടെ പണിതെടുക്കുന്ന അവര് തന്നെ ചെയ്തു തരുന്ന മോഡലാണ്. പിന്നെ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇത്രയും വലിയൊരു കാരിയറും കാര്യങ്ങളോട് സിമ്പിൾ ആയിട്ടൊരു കാരിയർ കൊടുത്താൽ പോരായിരുന്നു? പിന്നെ എന്തുകൊണ്ട്? അവരുടെ ഇതിൽ തന്നെ പണിതേക്കണേ, അവരുടെ ഒരു അവിടുത്തെ സ്റ്റൈൽ ഇതാണ്. ഓക്കെ. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും
ബാക്കിലേക്ക് വരുമ്പോ ഹെവി സാധനം. AC ഉണ്ടോ വണ്ടിയില്? ഇല്ല AC ഒന്നുമില്ല. പക്ഷെ AC സെറ്റപ്പ് പോലെ ഫാനൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അത് അവര് വെറുതെ വെച്ചേക്കണ ഷോയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ ചെയ്തിട്ടുള്ളത്? ഇത് ഒറ്റ ഡോറാണ്. ഒറ്റ ഡോറ്, ഡബിൾ ഡോർ അല്ല. അല്ല, ഒറ്റ ഡോറയിൽ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിലത്തെ ഗ്ലാസും അല്ല, ഇത് ഫൈബർ ഗ്ലാസ് തന്നെയാണ്. വണ്ടിയിൽ ഫുള്ള് ഫൈബർ ഗ്ലാസ് ആണ്. മെയിൻ ഗ്ലാസ് അല്ലാതെ ബാക്കി എല്ലാം ഫൈബർ ഗ്ലാസ്. അതാകുമ്പോൾ വണ്ടിക്ക് വെയിറ്റും കുറയും, കാണാൻ ലുക്കുമാണ്. ഓക്കെ, പിന്നെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അത് ഷോയ്ക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. ഓക്കെ, ഷോയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കും. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റെപ്പിന് ഇതെല്ലാം നമുക്ക് അവിടെ തന്നെ മേടിക്കാൻ കിട്ടുന്ന അതന്നെ എല്ലാം കിട്ടുന്ന അല്ലേ. പിന്നെ താഴത്തേക്ക് വരുമ്പോഴത്തേനും ബമ്പർ, അടിപൊളി ബമ്പർ. ഇത് ഏത് വണ്ടിയുടെ ആണെന്നറിയാവോ? ഇത് ഓട്ടോറിക്ഷ വെക്കണതാണ്. ആ രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ ചെറിയൊരു കോവണിയൊക്കെ കൊടുത്തത്, അതൊക്കെ ഷോയാണ്, മെയിനായിട്ട് ഷോയാണ്. വലിയ പക്ഷെ വണ്ടി അകലേന്ന് കാണുമ്പോൾ ഒരു രക്ഷയില്ല. വണ്ടി വേറെ ലെവൽ സാധനം, ഒന്നും പറയാനില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരാം. പിന്നെ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്? പിന്നെ ഈ ഷീൽഡ് താഴത്തേക്ക് ഇറക്കി പിടിപ്പിച്ച്. അതന്നെ, എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു സിൽവർ കളർ കൊടുത്തു, കറുപ്പ് കൊടുക്കാതിരുന്നത് എന്താണ്? ഇത് മിക്ക വണ്ടിക്കും ഈ സ്റ്റീലൊക്കെ കൊടുക്കണണ്ട്. നമ്മ ഇറക്കി സ്റ്റീൽ അടിപ്പിച്ച പക്ക സ്റ്റീലാണോ? സ്റ്റീലാണ്. ഓക്കെ, തുരുമ്പും പിടിക്കൂല, അതാണ് ഈട് നിന്നോളൂ. അപ്പൊ അവിടെ നിന്നോളൂ. അപ്പൊ ടയർ എന്നുള്ള ചെയർ കയറിയാലും തുരുമ്പ് പിടിക്കത്തില്ല, നല്ല ഒന്ന് കഴുകി കഴിഞ്ഞാൽ വൃത്തിയായിട്ടിരുന്നോളൂ. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഡോർ ഇപ്പൊ ഒരു എറണാകുളം സ്റ്റൈലിൽ ഒരു ഫുള്ളാണ് എല്ലാവരും ഇങ്ങനത്തെ ഡോർ വെക്കുന്നത്. സാധാരണ എല്ലാവരും ഡോർ എടുത്ത് മാറ്റും. എന്തുകൊണ്ട് ഡോർ എടുത്ത് മാറ്റാത്തുള്ള കാരണമാണ് ഫുള്ള് ഡോർ വെച്ചേക്കുന്ന കാരണം. ഡോർ വെച്ചേക്കണത് നമ്മ ഇപ്പൊ എല്ലായിടത്തും ഇപ്പൊ എല്ലാ ആൾക്കാരും ഇപ്പൊ ഡോറിലാണ് ഇപ്പൊ കേറുമ്പോ ഡോറ് വെക്കണം എന്ന് പറയും. അതാണ് ഡോർ അയച്ചു മാറ്റായിരുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇങ്ങനെ തുറക്കാവുന്ന സെറ്റപ്പിലുള്ള അല്ലേ. ഓക്കെ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ടോട്ടലി അകലെ നോക്കുമ്പോ ഒന്നും പറയാനല്ല, വണ്ടി വേറെ ഗ്ലാസ് ഒക്കെ ഉണ്ട് വലിച്ചിരുന്ന. അതുണ്ടോ? അതൊക്കെ കാണിച്ചതാ. കാരണം ആളെത്ര വീഡിയോ എടുക്കാൻ ഇച്ചിരി ഒരു ഷൈ ആയിട്ടുള്ള ആളാ, അതുകൊണ്ടാട്ടോ. ഓക്കെ, ഗ്ലാസ് ഒക്കെ ഉണ്ട്, വിഷയ സാധനം. അപ്പൊ അപ്പുറത്തെ സൈഡിലുണ്ട്, അവിടെ ഉണ്ട്, 2 സൈഡിലുണ്ട്. ഓക്കെ, അടിപൊളി വിഷയാട്ടോ, അത് വിഷയം, ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നേരെ വണ്ടിയുടെ അകത്തേക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഈ അപ്പുറത്തെ സൈഡിലും ചെയ്ത പോലെ തന്നെ സ്റ്റീൽ വർക്കാണ് മൊത്തം. അകലേന്ന് കാണുമ്പോൾ വണ്ടി ഒരു ടെറർ വണ്ടി അകലേന്ന് ഓടി വരുന്നു എന്ന പോലെ ഫീൽ ചെയ്തു. ഓക്കെ, നമുക്ക് നേരെ വണ്ടിയുടെ അകത്തേക്ക് പോയേക്കാം. അകത്ത് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു? ഇവിടെ ലൈറ്റ് ഉണ്ട്. ഒരു ദൈവഭക്തനാന്ന് തോന്നണല്ലോ, ആണോ? എല്ലാ അമ്പലത്തിൽ പോകാറുണ്ടോ? ഓക്കെ, കാരണം ഒരു ശിവന്റെ കട്ട ആരാധകനാന്ന് തോന്നുന്നു അല്ലേ? ശിവൻ അതപ്രകാരം ഗണപതിയാണോ? ഗണപതി. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ചോദിച്ചു. 2 സൈഡിലും ഗണപതി. ഓക്കെ, അപ്പൊ ശിവന്റെ ലൈറ്റ് ഒന്ന് ഇട്ടേ. വിഷയം എന്നെ അടിപൊളി. കുറെ വർക്ക് അകത്ത് ചെയ്തിട്ടുണ്ട്. ഇത് കമ്പനി സീറ്റിൽ തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്? കമ്പനി സീറ്റിൽ തന്നെയാണ് സീറ്റ് ചെന്ന് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടിപൊളിയാണ്. കണ്ടോ, അകം നോക്കി, എന്നെ രസം നോക്കി. പിന്നെ വേറൊരു ലൈറ്റോടെ ഉണ്ടല്ലോ ഗണപതിക്ക്. സത്യം പറഞ്ഞ ആള് നല്ലൊരു ദൈവഭക്തനാണ്. അപ്പൊ അതുകൊണ്ടാണ് വണ്ടിയിൽ ഇങ്ങനത്തെ ഒരു കളറും ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അടിപൊളി. പിന്നെ എല്ലാത്തിനും ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം കയറിയാലും നമ്മൾ അതിന്റെ അകത്തേക്ക് വെള്ളം പോകത്തില്ല. ഓക്കെ, സീറ്റേലാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് കാര്യങ്ങളൊക്കെ. ഇതെല്ലാം നമ്മളെ വർക്ക് എടുത്തേക്കണ ഒരൊറ്റ സ്ഥലത്ത് തന്നെയാണ്. അവിടെ പാച്ച് വർക്ക്, അപ്പോസ് എല്ലാ വർക്കും അവിടെയുണ്ട്. പിന്നെ നമ്മള് ഇതന്നെ സ്റ്റോറേജ് ആണോ? ഇവിടെയാണ് പണപ്പെട്ടി. പണപ്പെട്ടി അവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഭഗവാന്റെ ഒരു ഫോട്ടോ വെക്കണം. ഇവിടെ ഒരു ഇതുണ്ട്, അതുണ്ട്. അത് വെറുതെ വെച്ചേക്കണേ. ഇത് ഇനി പിന്നെ സെറ്റ് എന്തെങ്കിലും കേറ്റാൻ വേണ്ടി, അടിച്ചോണ്ട് പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടി സേഫ് ആയിട്ട് ഫുള്ള് ലോക്ക് ചെയ്താ വെച്ചിരിക്കുന്നത്. കാരണം കീയെ തന്നെ ഒരു ലോഡ് കീ ഉണ്ട്, ഫുള്ള് ലോക്ക് ചെയ്യണ സെറ്റപ്പ്. പിന്നെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു തട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വേറെ വണ്ടി ഇതുണ്ട്. വണ്ടി എടുത്തിട്ട് 3200 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. അപ്പം അധികം വണ്ടി എടുത്തിട്ട് ആയിട്ടില്ല. അപ്പൊ ഇനിയും വണ്ടി സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇനി കിടക്കുന്നു അല്ലേ. നോക്കിയതേ 2 ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ മറ്റേ പുള്ളിയുടെ വണ്ടിയെ അതൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കേറ്റാൻ വേണ്ടി സൗണ്ട് സിസ്റ്റം കേറ്റാൻ വേണ്ടി. കാരണം നമ്മൾ ആ മറ്റേ പുള്ളിയുടെ വണ്ടിയുടെ സൗണ്ട് സിസ്റ്റം നല്ല ക്ലിയർ അല്ലേ, അതുപോലെ സെറ്റ് ചെയ്യണ്ടേ? സെറ്റ് ചെയ്യണം. അതുപോലെ സ്റ്റിക്കർ അടിക്കണം, കൂളിംഗ് പേരൊട്ടിക്കണം, കൂളിംഗ് ഒട്ടിക്കണം, അങ്ങനെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്നാ അത്രേ ഉള്ളൂ. വേറെ വണ്ടി ബേസിക് ആയിട്ടല്ലേ? പക്ഷെ സത്യം പറഞ്ഞ ബേസിക് ആയിട്ട് വർക്കൊന്നല്ല, നല്ല ഹെവി വർക്കാ വണ്ടിയെ ചെയ്തേക്കണേ. നല്ല അടിപൊളിയായിട്ട് വണ്ടിയിൽ സെറ്റ് ചെയ്തത്. പിന്നെ ഇങ്ങനെ വണ്ടി വന്നിട്ട് വീട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു? വീട്ടുകാര് ഇതിനെ എതിർത്ത് ചെയ്യണ്ട. ഞാൻ പറഞ്ഞ നമ്മളൊരു ആഗ്രഹമല്ലേ, കാറിനെ പോലെ ഒരെണ്ണം എടുക്കാന്ന് പറഞ്ഞ് കാറാക്കാന്നുള്ള ഇതായിരുന്നു. പിന്നെ ഈ വണ്ടി ഓട്ടോ ഈ ഒരു ഷേപ്പിൽ പണിയാനുള്ള കാരണം ആരായിരിക്കും? എന്റെ ഒരു കൂട്ടുകാരുണ്ട്. കൂട്ടുകാരൻ ഇതുപോലെ വണ്ടിയൊക്കെ പണിത് പോകുമ്പോ നമുക്കൊരു ആഗ്രഹം തോന്നി വണ്ടി പണിയണോ. അപ്പൊ ആദ്യമായിട്ട് പണിത വണ്ടിയാണ് ഇത്? ഇല്ല, എനിക്ക് വേറൊരു വണ്ടി ഉണ്ടായിരുന്നു, ആൽഫേ. അത് ഞാൻ പണിത്
അതിപ്പോ എന്ത് ചെയ്യും? അത് വീട്ടിലുണ്ട്, വേറെ ഒരു പയ്യനെ ഓടിക്കാണ്. ഇപ്പൊ ഇത് രണ്ടാമത്തെ വണ്ടിയാണോ? ഇത് രണ്ടാമത്തെ വണ്ടി. ഓക്കെ 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 ഓക്കെ. അപ്പൊ ആ പുള്ളിയുടെ വണ്ടിയുടെ സ്റ്റൈല് കണ്ടിട്ട് പറഞ്ഞതാണ് ഈ വണ്ടി. അതെ. അവനിപ്പോ ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ അവൻ അതുപോലെ ഒരു വണ്ടി എടുത്ത് പണിതപ്പോ എനിക്കൊരു ആഗ്രഹം, ഒരു വണ്ടി എടുത്ത് എനിക്കും പണിയണോന്ന്. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി പണത്, എറിയാട് കൊണ്ടുപോയി പണത്. അവന്റെ മോഡലിൽ തന്നെ പണിതിറക്കി. ആ ഒരു ഷേപ്പ് ഏകദേശം വന്നു. പക്ഷെ എന്നാലും ഇത് വേറൊരു വെറൈറ്റി രീതി നമ്മൾ അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കേസ് ഇന്നത്തെ ഞങ്ങളുടെ ഈ കുഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ബ്രോയുടെ നമ്പറും കാര്യങ്ങളൊക്കെ അല്ലേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് ഇതുപോലെയൊക്കെ ചെയ്യണമെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ കാണാം. Bye bye.